ഞാനൊരു QA പൊസിഷനിലേക്ക് വരുന്ന സമയത്താണ് ഞാൻ ഈ CSM സർട്ടിഫിക്കേഷൻ എടുക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു ഡെവലപ്മെൻറ്റ് ലീഡോ അല്ലെങ്കിൽ ഒരു QA പൊസിഷനോ ഇങ്ങനെ ഒരു ലീഡ് പൊസിഷൻ നോക്കുന്ന ഒരു ടൈമാണെന്നുണ്ടെങ്കിൽ ഈ CSM ആണ് ഒരു മാൻഡേറ്റ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? 2 days ഓഫ് ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ CST സ്ക്രം സർട്ടിഫൈഡ് ട്രെയിനർ നമ്മളെ സ്ക്രം അലയൻസിലേക്ക് എൻറോൾ ചെയ്യും. ഈ ഒരു എൻറോൾമെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ഈ എക്സാമിനേഷൻ നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും. നമ്മൾ രജിസ്ട്രേഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നമ്മളുടെ കുറച്ച് മാൻഡേറ്ററി ഇൻഫർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഡയറക്റ്റ്ലി നമുക്ക് എക്സാമിനേഷനിലേക്ക് പോകും. അപ്പോൾ ഈ എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈവൻ ദോ ഇറ്റ്സ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണെങ്കിലും നമ്മുടെ എക്സാമിനേഷൻ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഈവൻ ബുക്സ് റെഫർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എക്സാമിനേഷൻ അപ്പിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ 37 റൈറ്റ് ആൻസേഴ്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. സോ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഇറ്റ്സ് എ ഓപ്പൺ ബുക്ക് എക്സാമിനേഷൻ. നമുക്ക് നമ്മുടെ ISTQB പോലെയോ അല്ലെങ്കിൽ ഒരു PMB എക്സാം പോലെയോ നമുക്ക് ഒത്തിരി എഫേർട്ട് ഇട്ട് പഠിച്ച് നമുക്ക് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ 2 days ഓഫ് ട്രെയിനിങ് നമ്മൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ഈ എക്സാം നെക്സ്റ്റ് ഡേ തന്നെ എഴുതി അല്ലെങ്കിൽ സെയിം ഡേ തന്നെ നമുക്ക് എക്സാം എഴുതി നമുക്ക് വളരെ ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ലീഡ് ഡെസിഗ്നേഷനിലേക്ക് ഒരു കരിയർ ചേഞ്ചിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സർട്ടിഫൈഡ് സ്ക്രം മാസ്റ്റർ ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷനാണ് മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു 1 സർട്ടിഫിക്കേഷൻ.